നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പ്രധാന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ ഥാർ ജീപ്പ് പിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രകനും മരിച്ചു. കുന്നുമ്മൽ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. രഞ്ജിത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഭാര്യ അംബിക ഈ മാസം 7-ന് മരിച്ചിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന ഉന്നതരെ പോലീസ് സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് രഞ്ജിത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഉമേഷ്, ഈ വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ ഐഡന്റിറ്റി കാർഡ്, തിരിച്ചറിയൽ കാർഡുകളൊക്കെ കണ്ടെത്തിയതാണ്. പക്ഷേ ആർക്കെതിരെയും നടപടി ഉണ്ടായിരുന്നില്ല. ആ കേസ് അട്ടിമറിക്കാൻ, തേച്ചുമായ്ച്ചു കളയാൻ ശ്രമമുണ്ടായിരുന്നു. അതിനെതിരെ രഞ്ജിത്ത് പോരാടുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ജീവനും നഷ്ടമായതല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും വിജയകുമാർ, വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ 3-ാം തീയതിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ താർ, അതായത് കിളിമാനൂർ ഭാഗത്ത് വെച്ച് ഈ താർ ഇരുവരും സഞ്ചരിക്കുന്ന രജിത്തും ഭാര്യയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പിറകിൽ വന്ന് ഇടിക്കുകയായിരുന്നു ഉണ്ടായത്. ഇടിച്ച ശേഷം ആകെ റോഡിലേക്ക് തെറിച്ചു വീണ രജിത്തിന്റെ ഭാര്യ അംബികയുടെ തലയിലൂടെ ഈ വാഹനം കയറി ഇറങ്ങി. കൂടാതെ ഈ ഇടിച്ച ബൈക്കുമായി ഏകദേശം 400 മീറ്ററോളം മുന്നോട്ട് പോയി. അപ്പോഴും മുന്നോട്ട് പോയി അപകടകരമായി വാഹനത്തിൽ സമീപത്തുണ്ടായിരുന്ന പോസ്റ്റിൽ ഇടിച്ച് വീണ്ടും അപകടം ഉണ്ടാക്കി. എന്നിട്ടും വാഹനം നിർത്താതെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. തുടർന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറി ഒരു സ്ഥലത്ത് വെച്ച് അപകടകരമായി വരുന്ന വാഹനത്തെ നാട്ടുകാർ തടഞ്ഞു നിർത്തിയപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഇറങ്ങി ഓടി. ഒരാളെ അന്ന് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അയാൾ മദ്യപിച്ച് അബോധാവസ്ഥയിലായിരുന്നു. അയാളായിരുന്നില്ല വാഹനം ഓടിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വാഹനം ഓടിച്ച വാഹനത്തിലുണ്ടായിരുന്നു എന്ന് കരുതുന്ന 2 പേരുടെ ID കാർഡ് അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു നടപടികളും ഉണ്ടായില്ല. അതിനിടെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് രജിത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അങ്ങനെയാണ് 7-ാം തീയതിയാണ് ഭാര്യ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അംബിക മരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ രജിത്തും മരിച്ചു. പക്ഷേ കേസ് എങ്ങും എത്തിയില്ല. ഇപ്പോഴും പ്രധാന പ്രതികൾ എവിടെയാണെന്ന് അറിയില്ല. അത് ഉന്നതരാണ് എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവരെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആ ID കാർഡിന്റെ വിവരങ്ങൾ പോലും പുറത്തുവിടുന്നില്ല. എന്തായാലും രജിത്തിന്റെ സ്വന്തം ഭാര്യയുടെ മരണത്തിന് രജിത്ത് ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നും പോരാടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടായില്ല. ഒടുവിൽ രജിത്തും ഇപ്പോൾ മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും കേസിൽ ഇപ്പോൾ നരഹത്യക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.